കഴിഞ്ഞ ദിവസം ഒരു പ്രവാസി സഹോദരൻ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സ്റ്റോറി ഇട്ടില്ലേ, പ്രവാസി സഹോദരങ്ങളെ നിങ്ങളൊക്കെ സേഫ് അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടപ്പോൾ അതിന് റീപ്ലൈ ആയിട്ട് ഒരു സഹോദരൻ അയച്ച മെസ്സേജാണ്, ബ്രോ എങ്കിലും ചോദിച്ചല്ലോ നമ്മൾ സേഫാണ് എന്നുള്ളത്. ആ ഒരു തോതിൽ എനിക്ക് മൂപ്പര് പറയാണ്, മൂപ്പർക്ക് എത്രയോ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്. ഈ ദുബായ് നാട്ടിൽ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെന്ന് അവരെ വിളിക്കുകയോ അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് മെസ്സേജ്, ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സങ്കടത്തോടു കൂടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ എങ്ങനെ സാധിക്കുന്നടാ, എൻ്റെ മൂപ്പര് കാരനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, ഒക്കെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഈ മണലാരണ്യത്തിൽ വന്ന് കഷ്ടപ്പെടുന്നത്. കുറേ കാലമായി വന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നാട്ടിലേക്കെല്ലാം പോയിട്ട് കുറേ ലീവൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് അവർക്കാണെങ്കിൽ നമ്മളെ വേണ്ട. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വോയിസ്, ഈ മെസ്സേജ് കേട്ടപ്പോയില്ലേ അള്ളാനെ കരച്ചിലൊന്നിടാ. എങ്ങനെ സാധിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അന്യനാട്ടിൽ പോയിട്ട് കഷ്ടപ്പെടാണ്, ഭക്ഷണം ഇല്ലാതെ, ഉറക്കില്ലാതെ. എന്നിട്ട് അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് പോലും അയക്കാൻ കഴിയുന്നില്ല വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ശരിക്കും മനുഷ്യന്മാരാണോ? എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വേണ്ടപ്പെട്ട ആരെങ്കിലും പ്രവാസ ലോകത്തൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളെ വീട്ടുകാർ, നിങ്ങളെ ഉപ്പ, ഇക്കാക്ക, ഇത്താത്ത ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടുകൊടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തോളി. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പോയിട്ട് മെസ്സേജ് അയക്ക്, അല്ലെങ്കിൽ അവരെ പോയി ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യും. എടാ, അവർ ടോട്ടലി ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ളത് അന്യനാട്ടിൽ. അവർ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഫോൺ വിളിച്ചിട്ടില്ലെങ്കിൽ അവർ ഫുള്ളായിട്ട് ഒറ്റപ്പെട്ടില്ലടാ. അവർക്ക് അത്രമാത്രം സങ്കടം ഉണ്ടാവും. അവർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഹലോ അസ്സലാമു അലൈക്കും, എന്തൊക്കെയാണ് ഇപ്പോൾ സുഖമല്ലേ, അങ്ങനെ ജസ്റ്റ് ഒന്ന് മെസ്സേജ്, വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അന്യനാട്ടിൽ നിന്ന് അവർ പണിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ കിട്ടുന്ന സമയത്ത് എൻ്റെ മോള് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി നോക്കും. അവർ നല്ല ചിരിച്ചുകൊണ്ട് തിരിച്ച് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ചെയ്യും, റീപ്ലൈ ചെയ്യും. ഇടയ്ക്ക് അയച്ചിരിക്കും, വീഡിയോ കോളൊക്കെ വിളിക്കുന്നേ, അവരെ സന്തോഷിപ്പിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാം പറഞ്ഞ പോലെ അവരെ സങ്കടപ്പെടുത്തരുത്, അവരെ സന്തോഷിപ്പിക്കണം. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. ഓക്കെ.